ചുടലേ ചുടലേ തമ്പ്രാന് വേണ്ടി അടിയൻ ശേഖരിച്ച കുറച്ച് കാട്ടുതേനുണ്ട്. നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ. നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എന്തായി? തമ്പ്ര, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാം ഉടനെ തന്നെ ചെയ്യാം. അറിഞ്ഞില്ലേ ഇന്നലെ നടന്ന കാര്യങ്ങൾ? രാമയ്യനും കൊല്ലപ്പെട്ടു. കേളുവാണത് ചെയ്തത്. അവന്റെ 6ാമത്തെ കൊലപാതകം. രാമയൻ തമ്പ്രാനെയും അവൻ കൊന്നല്ലേ? ചുടലേ, എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണം. അതില്ലെങ്കിൽ ചതിച്ചു പിടിക്കണം. നിന്നെ കൊണ്ട് അതിന് സാധിക്കും. നിന്നെ അവൻ സംശയിക്കില്ല. രാമയ്യന്റെ ദേഹത്ത് ഒടിയാത്ത എല്ലുകളില്ല. കഴുത്തൊടിച്ചാണ് അവൻ കൊന്നിരിക്കുന്നത്. ചുടലേ, ചെയ്യും തമ്പ്ര. അവനറിയില്ല അവന്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന്. ദുർമൂർത്തികളുടെ സഹായത്താൽ ഞാനവനെ കൊല്ലും. ഒരു കാര്യം കൂടി, മനയിലേക്കൊരു മരം വേണം. നല്ലൊരു മരം. നീ അത് കണ്ടെത്തി തരണം. ഭഗവതിക്കാവിലെ അവരാരാധിക്കുന്നൊരു മരമുണ്ട്. അത് വെട്ടാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം. അവനില്ലാണ്ടായാൽ നീയാണ് കാട്ടിലെയും നാട്ടിലെയും ഒടിയൻ. തമ്പ്രാക്കന്മാരുടെ സ്വന്തം ഒടിയൻ. എൻ്റെ ഉപാസനാമൂർത്തികളെ, അവനെ കൊല്ലാനുള്ള വഴി കാണിച്ചു തരണേ. ഇന്നത്തോടെ നിന്നെ ഞാൻ തീർക്കും. നാളെ മുതൽ കാട്ടിലെ ഒടിയൻ ഞാനോ. നീ ദുർമൂർത്തികളെ വിളിച്ചു വരുത്തി ഈ കാടിനെ നശിപ്പിക്കരുത്. എന്നെ നന്നാക്കാൻ ആരും വരണ്ട. നന്നാക്കാൻ പറഞ്ഞതല്ല. ഇവിടെ കേളുള്ളത് കൊണ്ട് എല്ലാവരും സമാധാനത്തോടെ ഉറങ്ങുന്നു. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ, നശിക്കട്ടെ. നീ അറിഞ്ഞില്ലേ തഞ്ചാവൂരിൽ നിന്ന് അറുമുഖം വന്നിട്ടുണ്ട്? നിൻ്റെയും കേളുവിൻ്റെയും കുഞ്ഞിലേയുമുള്ള ചങ്ങാതി. ഇനി കേളുവിൻ്റെ ഇടവും വലവും നിങ്ങൾ രണ്ടാളും ഉണ്ടാവണം.
കേളുവിനെ കൊന്നിട്ട് അർമുഖ നിന്നെയും കൊല്ലും ഞാൻ. ഞാൻ നിശബ്ദനായിട്ട് വന്നിട്ടും നിനക്കെങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? ഇരുട്ടിന്റെ മറവിൽ ആര് വന്നാലും അത് ശത്രുവായാലും മിത്രമായാലും എനിക്ക് തിരിച്ചറിയാനാവും. ഭഗവതിക്കാവിലെ ആട്ടത്തിന് നീയാണല്ലേ ആട്ടം നയിക്കുന്നത്? ദേശക്കാരി എന്നെയാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ കൂടെ ആദ്യ അവസാനം ചുള്ളിൽ നീ ഉണ്ടാവണം. കേളു, നീ രാമയൻ തമ്പ്രാനെയും വകവരുത്തിയല്ലേ? അനീതികൾക്കെതിരെ പ്രതികരിക്കണം. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? മാന്യമായി ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. രാബന്ധികളും പണിയെടുത്തിട്ട് വയറ് നിറയാണെന്ന് എല്ലാവരും കൂലിയെ തരുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പണ്ടാരോ ഉണ്ടാക്കി വെച്ച അതിർവരമ്പുകൾ മേലാളം മരുന്ന് കീഴാളം മരുന്ന് രാബന്ധികളും മണ്ണിൽ പണിയെടുത്ത് പൊന്നി വിളയ്ക്കുന്നവൻ കീഴാളൻ. എല്ലാ വർഗത്തിലുമുണ്ട് കരുത്തവരും വെളുത്തവരും. മഹത്വം കൽപ്പിക്കേണ്ടത് ഹൃദയത്തിന്റെ ഭാഷയിലാവണം, സ്നേഹത്തിന്റെ ഭാഷയിലാവണം, ഹൃദയത്തിൽ നന്മയുണ്ടാവണം. അഭ്യാസിയായ രാമയൻ തമ്പുരാനെയും നീ വധിച്ചതല്ലേ? കേളു, നിന്റെ കരുത്തൊന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം. നീ തയ്യാറല്ലേ? കേളു, നിന്നെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും ആവില്ല. എന്താ കോര, നേരെ ഉച്ചയായല്ലോ. നിന്റെ വേലയൊക്കെ കഴിഞ്ഞോ? രാവിലെ തുടങ്ങിയതാണ് തമ്പുര. ഇന്ന് കാലികളുടെ കൂടെയായിരുന്നു. എല്ലാത്തിനെയും അടിച്ചു തെളിച്ച് മനയിലെത്തിച്ചപ്പോൾ നേരെ ഇത്രയായി തമ്പുരാനെ. നിന്റെ കിടാവാണോ ഇത്? അതെ തമ്പുരാനെ, ആണായിട്ടും പെണ്ണായിട്ടും
അടിയൻ ഒരാളേ ഉള്ളൂ. ആട്ടെ, ഇന്ന് കൂലിയായിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല തമ്പ്ര, നാളെ തരാമെന്നാ പറഞ്ഞത്. കിടാവാണേ വിശന്ന് നിലവിളിക്കുക. അത്താഴത്തിലെ നെല്ല് മുഴുവൻ എലി തിന്ന് നശിപ്പിച്ചാലും പാവങ്ങൾക്ക് കൊടുക്കില്ല. തൽക്കാലം ഇത് കൊണ്ടുവന്ന് വേവിച്ച് കഴിക്കൂ. ശരി തമ്പ്ര. കണിയാര് പറഞ്ഞത് പ്രകാരം പ്രശ്നവിധിയിൽ ആകെ കുഴപ്പമാണല്ലോ. ഇനി വരാൻ പോകുന്ന വർഷകാലം പ്രളയമായിരിക്കും. കൃഷിയെല്ലാം നശിക്കും. ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കും. പത്തായത്തിൽ ഒരു തരി നെല്ല് പോലും ഉണ്ടാവില്ല. എന്താ ഇതിനൊരു പ്രതിവിധി? പ്രതിവിധി പ്രതിവിധി കണ്ടെത്തി കഴിഞ്ഞു. ബലി നൽകണം. നരബലി. ആരെ? ബലി നൽകാനുള്ള ചെറുമനെ നമ്മൾ ഇന്ന് തന്നെ കണ്ടെത്തണം. പിന്നെ കേളു, അവൻ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാറില്ല. ബലി ചെറുമനെ കിട്ടിയാൽ ഉടനെ എല്ലാം പെട്ടെന്നായിരിക്കും. അങ്ങനെ ഒരു കീഴാളനെ കണ്ടെത്തണ്ടേ? തണ്ടും തടിയുള്ള ഒരു ചെറുമനെ പാടത്തെ മടയിൽ ചവിട്ടി താഴ്ത്തണം. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. കേളു അറിയരുത്. കേളു അറിഞ്ഞാൽ മൊത്തം കുഴപ്പത്തിലാവും. വേഗം നടക്കും മക്കളെ. ഈ നെല്ല് കൊണ്ടുവന്നിട്ട് വേണം എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ. അച്ഛാ, ഒരു സ്വർണത്തിന്റെ വിളക്ക് കിട്ടി. അയ്യോ, അതവിടെ മക്കളെ. അച്ഛാ, ഇതെനിക്ക് വേണോ? ഇതെനിക്ക് കളിക്കാനാ. ഇത് സ്വർണമല്ല, ഇത് ഓട്ടുവിളക്ക. ഇത് മനേന്ന് കളഞ്ഞതായിരിക്കാം. അച്ഛാ, ഇത് കളയല്ലേ അച്ഛാ, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഇത് ആരെങ്കിലും കണ്ട ഇത് മതി. എന്റെ ദൈവങ്ങളെ, ഇതാരെയും കാണിക്കല്ലേ. ഭഗവതി കാവിലെ ആട്ടത്തിന് ഇത് ഞാൻ കാവിൽ തെളിച്ചു വെക്കും. ആ ശരി ശരി, വേഗം നടക്ക്. നമുക്ക് പറ്റിയൊരു ചെറുമനാണ് മുന്നേ പോകുന്നത്. അവനെ പിടിക്കാം. ആ ചെറുക്കന്റെ കയ്യിൽ ഒരു ഓട്ടുവിളക്ക് ഇരിപ്പുണ്ട്. നിക്ക അവിടെ. ഇതെവിടുന്ന് കട്ടാടാ? ഇത് നീ മനയെന്ന് കട്ടതാണല്ലേ? കട്ടതല്ല തമ്പ്ര, കുഞ്ഞിന് വഴിയിൽ കിടന്ന് കിട്ടിയതാണ് തമ്പ്ര. ഇവൻ മനയിൽ നിന്നും നെല്ലും കട്ടിട്ടുണ്ട്. ഇല്ല തമ്പ്ര, കട്ടതല്ല തമ്പ്ര. എഴുത്തച്ഛൻ തമ്പ്രാൻ കഞ്ഞി വയ്ക്കാൻ തന്നതാണ്. എഴുത്തച്ഛൻ തമ്പ്രാൻ അവനെ മനയെന്ന് പുറത്താക്കിയിട്ട് കാലേറായി. എന്റെ അച്ഛനൊന്നും ചെയ്യില്ല തമ്പ്ര. മാറി നിൽക്കണം.
എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല തമ്പ്ര. അടിച്ചോടിക്കടാ ചെറുക്കനെ. മക്കളെ ഓടി രക്ഷപ്പെട. ആദ്യം ചെയ്തവനാണ് നീ. പരിഹാര കർമ്മത്തിന്റെ ഭാഗമായി ഇപ്രാവശ്യം ചെളിയിൽ ചവിട്ടി താഴ്ത്തുന്നത് നിന്നെയാണ്. എന്നെ കൊല്ലില്ല തമ്പ്ര. പിടിച്ചു കെട്ടി കൊണ്ടുപോവനെ. എങ്ങനെയെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? നിന്നെ അറിയിക്കാൻ ഒത്തിരിയേറെ ശ്രമിച്ചു. മാടങ്ങളിൽ നിന്നും മാടങ്ങളിലേക്ക് അടിയാളം വരെ പറഞ്ഞു വിട്ടു. കണ്ടെത്താനായില്ല. കോറിനെയും കൊന്നുതള്ളിയില്ലേ? അതെ, തെളിവാൻ ഞാൻ കൊടുത്ത നെല്ലും ഈ കുഞ്ഞിന് വഴിയിൽ നിന്ന് കിട്ടിയ വിളക്കും അവർ ഉയർത്തിക്കാട്ടി. അവന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി പാടത്തെ ചെളിയിൽ ജീവനോടെ ചവിട്ടി താഴ്ത്തി. നിന്നെ അവര് വല്ലാതെ ഉപദ്രവിച്ചല്ലേ? എന്റെ അച്ഛനെ അവർ കൊന്നളഞ്ഞല്ലേ? മല്ലമ്പുള്ള കൊല്ലി ഞാൻ.